ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായി ലോങ് വീഡിയോ ചെയ്തിട്ട് ഇന്ന് ഒരു വെറൈറ്റി കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളെല്ലാവരും ഇന്നലത്തെ ബിഗ് ബോസ് കാണുന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി കേട്ടോ, കാരണം അവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇന്നലത്തെ ഹോട്ടൽ ടാസ്ക് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ 7 സീസണായി നിൽക്കുകയാണ്. ഈ 7 സീസണിലും നമ്മൾ ഒരുപാട് ഹോട്ടൽ ടാസ്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും വൃത്തികെട്ട ഒരു ഗസ്റ്റ് പറയാതിരിക്കാൻ വയ്യ. ലിറ്ററലി ഭയങ്കര ശോകമായിരുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ പ്രാവശ്യം സാബുചേട്ടനും ശ്വേത ചേച്ചിയും കൂടെ വന്ന് നല്ല പൊളിച്ചടുക്കിയിട്ട് പോയതാണ് കേട്ടോ. നല്ല രീതിയിൽ അവരൊരു പാഷ്വാലിറ്റിയും കാണിക്കാതെ, ഒരു തരത്തിലുള്ള ഫേവററ്റിസം കാണിക്കാതെ, ലൈക്ക് ഫേവററ്റിസം ആണെങ്കിൽ അവർ പുറത്തുള്ള ഒരു ഹിന്റും കൊടുക്കാതെയാണ് അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ശോഭ ചേച്ചി, എനിക്ക് തോന്നുന്നു അവർ LGBT കമ്മ്യൂണിറ്റി ലൈക്ക് ആദില നൂറ സപ്പോർട്ടേഴ്സ് ആയിരിക്കാം. മേ ബി അവരത് നല്ല രീതിയിൽ അവർക്ക് ക്ലൂവും കൊടുക്കുന്നുണ്ട്. അതായത് മറ്റേ ഹോട്ടൽ മുതലാളിയുടെ മകളെ കൊണ്ട് അവിടെയുള്ള സെർവൻറ്റിനെ പൂ കൊടുപ്പിക്കുക, മനസ്സിലായില്ല? അപ്പം അവർക്ക് അതൊരു ഓക്കെ, പുറത്ത് ഞങ്ങളുടെ സാധനം ഭയങ്കര സംഭവമാണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു സാധനമാണ് ആ ചേച്ചി ചെയ്തൊരു ആക്ട്. പുള്ളിക്കാരി ശോഭ ചേച്ചി ചെയ്തിട്ടുള്ള ഒരു ആക്ട് പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ബോറായിട്ടുണ്ടായിരുന്നു. ആൻഡ് ലക്ഷ്മിയോട് പുള്ളിക്കാരി കാണിക്കുന്ന ഒരു തരം റൂഡ് ആറ്റിറ്റ്യൂഡ്, അതായത് അവരെന്തൊക്കെ പറഞ്ഞാലും ഒരു ജനറൽ മാനേജറാണ്. ഇപ്പം നമ്മൾ ഒരു ഹോട്ടലിൽ പോയ ഒരു ജനറൽ മാനേജറെ കൊണ്ട്, ഇപ്പം നമ്മൾ എത്രയൊക്കെ വലിയ ഗസ്റ്റാണ്, എത്ര വലിയ ബിസിനസ് മാനാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ വുമൺ ആണെന്ന് പറഞ്ഞാലും, നമ്മൾ ഒരിക്കലും ജനറൽ മാനേജറുടെ അടുത്ത് വന്നിട്ട് നിലം തുടക്കി, ഞാൻ ഛർദ്ദിച്ചത് തുടക്കി എന്ന് പറയില്ല. ഇവർക്ക് ടാസ്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതിന് വലിയൊരു ഉദാഹരണമാണ് പുറത്ത് നിൽക്കുന്ന പ്രതിമ വന്നിട്ട് ഗസ്റ്റിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. ബിഗ് ബോസ് ഒരുപാട് തവണ അനൗൺസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ടാസ്ക്, ലൈക്ക് ഓരോരുത്തർക്ക് കൊടുത്തിട്ടുള്ള പണി ചെയ്യൂ എന്നുള്ള രീതിയിൽ വരെ പറയേണ്ട അവസ്ഥ പുള്ളീനെ കൊണ്ട് വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. ലൈവ് കണ്ടാൽ മനസ്സിലാവും. നല്ല കോമഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷെഫ് ഫുൾ ടൈം ഗസ്റ്റിൻ്റെ പുറകെ നടക്കുക, കുറച്ച് കഴിഞ്ഞ് നോക്കാൻ നേരത്ത്. പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ഈ ഒരു ആക്ട് കൊണ്ട്, ലൈക്ക് ശോഭ എന്ന് പറഞ്ഞ പുള്ളിക്കാരുടെ ആക്ട് കൊണ്ട് മേ ബി ലക്ഷ്മിക്ക് ഫാൻസ് കൂടാൻ ചാൻസസ് ഉണ്ട്. കാരണം അവർ മെയിൻലി ലക്ഷ്മി എടുത്തിരുമ്പോൾ തുപ്പുക, ഇപ്പോൾ കുളിച്ചിട്ട് വരിക, ഭയങ്കര ഇതാണ് എന്നുള്ള രീതിയിൽ ഇതൊക്കെ അവിടെയുള്ള കണ്ടസ്റ്റൻസിന് കൊടുക്കുന്ന ഒരുതരം ക്ലൂ ആണ്. ഓക്കെ, പുറത്ത് ലക്ഷ്മിക്ക് ഭയങ്കര ഹേറ്റാണ്, അപ്പോൾ നിങ്ങൾക്ക് ലക്ഷ്മിയോട് ഇത് കാണിക്കാൻ പറ്റും എന്നുള്ള സാധനം പുറത്ത് കൊടുക്കുകയും അവിടെ കിടന്ന് പുള്ളിക്കാരി കാണിക്കുന്ന ഷോ കൊണ്ട് ലക്ഷ്മിക്ക് മേ ബി പുറത്ത് സപ്പോർട്ട് കൂടാനുള്ള ചാൻസസും ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. പറയാതിരിക്കാൻ വയ്യ. അനീഷ് അതേപോലെ തന്നെ ലക്ഷ്മിയൊക്കെ നല്ല രീതിയിൽ ടാസ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഷാനവാസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ലക്ഷ്മി ആ സിറ്റുവേഷൻ നന്നായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് എനിക്ക് തോന്നിയത് ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. ഇവർക്ക് എല്ലാവർക്കും നല്ല ഈസി ആയിട്ട് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഗസ്റ്റാണ് വന്ന് കുളമാക്കിക്കൊണ്ടിരിക്കുന്നത്, അത് പറയാതിരിക്കാൻ വയ്യ. ബട്ട് ഇവർ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു എക്സ്പോഷർ ആയിരുന്നു ആ ഒരു ടാസ്ക്. ഇവരുടെ ഒരു നല്ലൊരു സംഭവം കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. ബട്ട് അത് വർക്കൗട്ട് ആയതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ മെയിനായിട്ടൊരു സംഭവമാണ് ഇപ്പോൾ പ്ലാച്ചി മിഡ് വീക്ക് എവിക്റ്റായിരുന്നു. ഒരുപാട് ട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പ്ലാച്ചി പോയതിനെ കുറിച്ച്. അനുമോളുടെ എനിക്ക് തോന്നുന്നു ഏട്ടനാണ്, ആങ്ങള എന്നുള്ള റോളാണ് പുള്ളി അതിൻ്റെ അകത്ത് ഉപയോഗിച്ചേക്കുന്നത്. ടാസ്കിൽ നിൽക്കുമ്പോൾ തന്നെ പ്ലാച്ചീനെ എടുത്ത് പുള്ളിക്കാരൻ ബഹിരാകാശത്തേക്ക് എറിയുന്നു. ഇത് കാണുന്ന പ്ലാച്ചിയുടെ അമ്മ അനുമോൾ, പുള്ളിക്കാരിയെ വളരെ വിഷമമാണ്. പുള്ളിക്കാരി തലയിട്ടിട്ട് മറ്റേ ഡോറിൽ ചെന്ന് ഇടിക്കുന്നു, കരയുന്നു, ബഹളം വയ്ക്കുന്നു. അപ്പോഴും അവർ ടാസ്കിലാണെന്ന് ആലോചിക്കണം. പിന്നെ സാർ മാറി, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, അത് കാണിച്ച് ബാത്റൂം പോയി കരയുന്നു. അപ്പോൾ ചുറ്റുമുള്ളവർ ഈ പ്ലാച്ചീനെ എറിഞ്ഞത് ലൈക്ക് അവിടെ അതായിപ്പോൾ ഇങ്ങനെ അവിടുത്തെ കണ്ടന്റ്. അപ്പോൾ എല്ലാവരും ചെന്നിട്ട് എന്ത് പറ്റിയിടി എന്ന് ചോദിക്കുക. മനസ്സിലായോ? ടാസ്കിൽ നിന്ന് അവർ ഇറങ്ങി ഓൾറെഡി. ഇവർക്ക് ആർക്കും ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല എന്നുള്ളത് ആ ഒരു സംഭവത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി. പിന്നെ എറിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരന് റിഗ്രറ്റായി. പുള്ളിക്കാരൻ അയ്യോ എറിയണ്ടായിരുന്നു, ഇവിടെ ഇത്ര സീനാക്കും എന്നുള്ള സാധനമായി പുള്ളിക്ക്. അത് ആക്ച്വലി അനുമോളുടെ പ്ലാച്ചി വാവ, അനുമോൾ അമ്മ, അതാണല്ലോ അവരുടെ ഒരു സംഭവം. അപ്പോൾ അത് അവർക്ക് എങ്ങനെയെങ്കിലും പുള്ളിക്കാരൻ അത് അവളുടെ ആ ഗെയിം മാറ്റണം എന്നുള്ള സാധനമാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. ബട്ട് അനുമോൾ കയറിയും സീരിയസ് ആയി. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഇപ്പം ഞാൻ ഇന്നലെ അഖിൽമാരാരുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ബിഗ് ബോസ് അത് എടുത്ത് കളയാത്ത പക്ഷം പുള്ളിക്കാരനെ അത് എറിയാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ മേ ബി ലാൽ സാറിൻ്റെ എപ്പിസോഡ് തിരിച്ചു കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റോർ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ബെല്ലടിച്ചിട്ട് വിളിക്കും, അത് തിരിച്ചു കൊടുക്കുമായിരിക്കും. എനിവേ, വന്ന ഗസ്റ്റുകളും മോശം. ടോട്ടൽ ഹോട്ടൽ എൻ്റെ ഒരു സംഭവം, ആ ടാസ്കിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് അവർ നശിപ്പിച്ചു എന്ന് തന്നെ പറയാം.
എനിക്ക് ഇത്രയും പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈക്ക് ബിഗ് ബോസിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറേ പ്രോഗ്രസീവ് ചിന്താഗതികളുണ്ട്. അതെന്തായാലും ഈ പ്രാവശ്യം അത് നടന്നിട്ടില്ല. കാരണം ഇപ്പോൾ അവിടെയുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കയറി പിടിച്ചു, കാണാത്ത കാര്യം പറയാം, എൻ്റെ മേത്ത് കയറി കിടന്നു. പിന്നെ ഇപ്പോൾ പുതിയ നെവിനെതിരെ പുതിയ അലിഗേഷൻ വന്നിട്ടുണ്ട്. പ്രവീണിനെയും ഷാനവാസിനെയും ട്യൂൺ ചെയ്യാൻ നോക്കി എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഇവരൊരു സമയത്ത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് നെവിൻ പുറത്ത് പോയ സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട്, ഞങ്ങൾ കോംബോ ആയിരുന്നു, എൻ്റെ കോംബോ പോയി, അവൻ ഒന്നുമില്ലെങ്കിൽ ഞങ്ങളൊരു മതിരി ഒരു ലവ് ട്രാക്കൊക്കെ പിടിച്ച് വരുമായിരുന്നു, അപ്പോഴാണ് അവൻ പോയത്, എൻ്റെ കണ്ടന്റാണ് പോയത് എന്നൊക്കെ പറഞ്ഞ ആൾ ഇന്നലെ നെവിനുമായിട്ട് ഇടവയ്ക്കുന്നു. പിന്നെ നെവിൻ വേറെ രീതിയിൽ ടച്ച് ചെയ്തു, ഞാൻ പറഞ്ഞിട്ടും അവൻ അങ്ങനെ ടച്ച് ചെയ്തു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കുറേ അലിഗേഷൻസ്. ലൈക്ക് അതാണ് ഇവിടെ ലൈഫ് വെച്ചുള്ള കളികളാണ് ഇവർക്ക് താല്പര്യം. ഇവർക്ക് ഗെയിം പാർട്ടല്ല, പുറത്തുള്ള കാര്യങ്ങളും ഇവരുടെ പാസ്റ്റ് ലൈഫും അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് അവർ ചൂസ് ചെയ്തേക്കുന്ന ഒരു മാർഗ്ഗം അതാണെന്ന് എനിക്ക് തോന്നുന്നത്. കുറേ നാൾ ഒരുമിച്ച് നടക്കുക, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവസരം കിട്ടുമ്പോഴത്തേക്കും കുത്തുക. ഇതാണ് മെയിൻലി സംഭവിക്കുന്നത്. സോ അപ്പം ഇന്നലത്തെ എപ്പിസോഡ് വളരെ ബോറായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ എനിക്ക് ഇങ്ങനെ എന്താ പറയുക, എൻ്റെ ഒരു റിവ്യൂ ഈ ഷോയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഇന്നത്തെ ടാസ്കിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ ഇങ്ങനെ പറയണമെന്ന് തോന്നി. അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.